പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാം വായന അവസാനിക്കുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ജനവും ദൈവവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇതേ ഒരു മനസ്സോടുകൂടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലും പകർന്നു കൊടുത്ത് അവരെ പ്രത്യാശയുടെ നിറവിലേക്കും വെളിച്ചത്തിലേക്കും നയിച്ച ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. ഇന്ന് ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിവസം. ഇടവക വൈദികരെ എല്ലാവരെയും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസം. കർത്താവെ, അങ്ങയുടെ ഹൃദയത്തിനടുത്ത ഇടയനായി ജീവിക്കാൻ ഓരോ അച്ഛന്മാരെയും സഹായിക്കണമേ എന്ന്, ഓരോ ഇടവക വൈദികരേക്കും അനുഗ്രഹം നൽകണമേ എന്ന്, ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ജീവിക്കാനായിട്ടുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസം. വചനം നമ്മൾ പാപ്പയൊക്കെ പറയുന്നത് പോലെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ്, ജനങ്ങളോടുള്ള സ്നേഹമാണ് പൗരോഹിത്യം. കർത്താവെ, ശരിക്കും അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമായി മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുവാൻ വൈദികരെ എല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം, അങ്ങനെ സ്നേഹിച്ച, അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്ത മനുഷ്യരെ ഇങ്ങനെ ദൈവസ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചിലവഴിച്ച ഒരു വിശുദ്ധൻ്റെ തിരുനാളായതുകൊണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനി ശരിക്കും അധികം ബുദ്ധിയൊന്നും ഉണ്ടായില്ലെന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തുമ്പോഴും എന്തൊരു വിശുദ്ധിയാണ് ഈ മനുഷ്യന്. കർത്താവിങ്കിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ജ്ഞാനം കൊണ്ട് നിറഞ്ഞ വലിയൊരു വിശുദ്ധൻ. അത്ഭുതപ്പെടുത്തുന്ന ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ. ഓരോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളടരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഭക്ഷണക്രമങ്ങൾ, പ്രാർത്ഥനാ രീതികൾ, രാത്രിയുള്ള ദർശനങ്ങൾ, നരകവുമായിട്ടുള്ള മൽപ്പിടുത്തങ്ങൾ, സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കുന്ന നിമിഷങ്ങൾ, എല്ലാറ്റിനും ഉപരിയായിട്ട് കർത്താവിങ്കിലുള്ള വലിയ ആശ്രയം. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരിടം, അവിടെ കർത്താവിങ്കിലേക്ക് കർത്താവിൻ്റെ സ്നേഹം കൊടുക്കാൻ എന്ത് ത്യജിച്ചും ആരോഗ്യം പോലും വകവയ്ക്കാതെയും ഇങ്ങനെ സേവനം ചെയ്യുന്ന ഒരു വിശുദ്ധനായിട്ടുള്ള വൈദികൻ. കർത്താവെ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ഈറ്റ്സിൻ്റെയൊക്കെ ഒരു കവിതയിൽ ഒരു വൈദികൻ ചോദിക്കുന്നുണ്ട്. W.B. ഈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എഴുതിയിട്ടുള്ള കവിതയിൽ എല്ലായിടത്തും ഓടി നടന്ന് കോളറ രോഗികളൊക്കെ ശുശ്രൂഷിച്ച് അവരെയൊക്കെ ബലപ്പെടുത്തി രോഗീലേപനം വേണ്ടവർക്കൊക്കെ കൊടുത്ത് അന്ത്യശുശ്രൂഷയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പാതിരാത്രിയാകുമ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ മുട്ടിന്മേൽ നിന്നിട്ടാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, കർത്താവ്, എനിക്ക് മാത്രം എന്തെങ്ങനെ? എല്ലാ ദിവസവും ഓട്ടോ ആണല്ലോ. ആ സമയത്തും ഒരാൾ വന്ന് വിളിക്കുന്നുണ്ട്, മലമുകളിലെ അങ്ങേയറ്റത്തെ വീട്ടിൽ ഒരാൾ മരിക്കാൻ കിടക്കുന്നുണ്ട്, അച്ഛാ വേഗം വരണം. കർത്താവ്, ഇനിയും ഇത്തിരി ഭക്ഷണം കഴിക്കാൻ പോലുള്ള നേരം കിട്ടിയിട്ടില്ല. എന്നിട്ടും അയാൾ പോവാനായിട്ട് മനസ്സുറപ്പിച്ച് കർത്താവിങ്കിലേക്ക് നോക്കി ഇങ്ങനെ ഒന്ന് കണ്ണടച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കണത് കിളികളുടെ ശബ്ദം കേട്ട്, ദൈവമേ, അയാൾ മരിച്ചിട്ടുണ്ടാവോ എന്നോർത്തിട്ട് തൻ്റെ കുതിരപ്പുറത്ത് കയറി കാറ്റടിക്കുന്ന വേഗത്തിൽ പാഞ്ഞു പോകുന്ന ഈ അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ ചെന്ന് വാതിലിൽ മുട്ടുമ്പോൾ ഒരു സ്ത്രീ വന്ന് വാതിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആൾക്കെങ്ങനെയുണ്ട്? അപ്പോൾ ഈ സ്ത്രീ ചോദിക്കും, ഫാദർ, യു അഗെയിൻ? അച്ഛൻ, നിങ്ങൾ വീണ്ടും വന്നോ? ഇത് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. ഇയാൾ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അച്ഛൻ അകത്തേക്ക് കയറി ചെല്ലുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആൾക്കെന്ത് പറ്റി? ആ സ്ത്രീ പറയുന്നുണ്ട്, അച്ഛൻ, എൻ്റെ ഭർത്താവാണ്. അച്ഛൻ ഇന്നലെ രാത്രി വന്ന് പോയതിന് ശേഷം ഒരു കുഞ്ഞുറങ്ങുന്നത്ര ശാന്തതയോടുകൂടെ അയാൾ മിഴിപൂട്ടി. അപ്പോഴാണ് ഗില്ലിഗൻ എന്ന് പറയുന്ന ഈ അച്ഛൻ കാര്യം ശ്രദ്ധിക്കുന്നത്. അച്ഛാ, യു അഗെയിൻ? നിങ്ങൾ വീണ്ടും വന്നോന്നാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചതേ.
എന്നിട്ട് ഇപ്പോൾ പറയാണ്, അച്ഛൻ ഇന്നലെ രാത്രി വന്ന് പോയി, അതിനുശേഷം ശാന്തമായിട്ട് അയാൾ കുഞ്ഞുറങ്ങുന്ന പോലെ മിഴിപൂട്ടി. അച്ഛൻ വന്നിട്ടില്ല. മുട്ടിന്മേൽ ഇപ്പോൾ അച്ഛൻ നിൽക്കുന്നത് കൃതജ്ഞതയുടെ കണ്ണീരുമായിട്ടാണ്. ആകാശങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി ഗില്ലിഗിനച്ചൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ പുരോഹിതൻ്റെ നിസ്സഹായ അവസ്ഥയിൽ, ബലഹീനതയിൽ സ്വർഗത്തിൻ്റെ മാലാഖമാരെ അയച്ച് അയാളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയ സ്വർഗത്തിന് 1000 നന്ദി എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സ്വർഗത്തിൻ്റെ സഹായവുമായിട്ടാണ് വിയാനിയച്ചൻ ജീവിച്ചത്. വേറൊരിടത്തു നിന്നും ഒരു സഹായമില്ല. വേറൊരിടത്തു നിന്നും സഹായം ചോദിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല, വേണമെന്ന് പറഞ്ഞിട്ടില്ല, വന്നിട്ട് പോലും അങ്ങനെ അത് സ്വീകരിച്ചിട്ടില്ല. മുഴുവൻ എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. 121 സങ്കീർത്തനം. അത് അങ്ങനെ തന്നെ ജീവിച്ച ഒരാളാണ്. സ്വർഗത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ അന്നത്തെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള പ്രഭാഷകർ വരെ ഇങ്ങനെ വന്നു നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു. ഒന്നുമില്ല, തിയോളജി എന്ന് പറയാൻ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സെമിനാരിയിൽ നിന്നും അരമനയിൽ നിന്നൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരാളായിരുന്നേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്കോദയർ പോലൊക്കെയുള്ള വലിയ പണ്ഡിതന്മാർ വന്ന് അദ്ദേഹത്തെ കേൾക്കുമായിരുന്നു. പലയിടങ്ങളിൽ നിന്ന്, ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് കുമ്പസാരിക്കുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ ഇടവകയിൽ ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയാൽ എന്തൊരു സന്തോഷമായിരിക്കും. പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇങ്ങനെ തന്നെ ആവാൻ വേണ്ടിയിട്ട്. ദൈവത്തിൽ നിന്ന് മാത്രം സഹായം സ്വീകരിച്ച് മനുഷ്യർക്ക് വേണ്ടി സദാസമയവും നിലകൊള്ളുന്ന ഒരു വികാരിയച്ഛൻ. കർത്താവെ, ഞങ്ങളുടെ അച്ഛന്മാരെ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പൗരോഹിത്യമെന്ന് പറയുന്ന ഈ വലിയ ദാനം ഇത്ര സന്തോഷത്തോടുകൂടെ കൊണ്ടു നടക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യർക്ക് വേണ്ടി അവരെ സ്നേഹിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊക്കെ സെമിനാരിയിൽ ചേരണത് മുൻപേ തന്നെ ഇങ്ങനെ തലയിൽ കൈവച്ച് ആശീർവാദം നൽകേണ്ട ഗുരുക്കന്മാർ നമ്മളോടും പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛനാവാനായിട്ടൊക്കെ പറ്റുമോ, നിങ്ങളൊന്നും അച്ഛനാവില്ല എന്നൊക്കെ പലരും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. അർഹതയില്ല എന്നുള്ള രീതിയിൽ. അച്ഛനായി കഴിഞ്ഞ ശേഷവും ഒന്നും ചെയ്യണില്ലല്ലോ എന്ന് സ്വയം കുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ്. ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നുവോ, ആർക്ക് വേണ്ടി ഓടി നടക്കുന്നുവോ അവരെല്ലാം ഇങ്ങനെ പലതവണ തെറ്റിദ്ധാരണകളിലൂടെ നമ്മളെ ഇങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഇത് ഇത്രയും സന്തോഷത്തോടുകൂടെ കൊണ്ടു നടക്കാനായിട്ട്, ജീവിക്കാനായിട്ടൊക്കെ പറ്റുന്നതിൻ്റെ കാരണം ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമായി മാറാനായിട്ടുള്ള പരിശ്രമം നടത്തുന്നതുകൊണ്ട് മാത്രമാണ്. പറ്റണുണ്ടോയെന്നറിയില്ല. പ്രാർത്ഥന വേണ്ടത് എവിടെയാണ് ഞങ്ങൾക്ക് അച്ഛന്മാർക്ക്? എല്ലാ അച്ഛന്മാരും പരിശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടിയിട്ട് എന്തും മാറ്റിവെച്ച് എത്ര നേരം വേണമെങ്കിലും ഓടി നടക്കാൻ സന്നദ്ധരായിട്ടുള്ള അച്ഛന്മാരാണ്. പരിശ്രമങ്ങളിൽ പാളിച്ചകൾ വരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയാണ് അതിന് മറുമരുന്ന്. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അച്ഛന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കും. ഇതുപോലുള്ള വിശുദ്ധരായിട്ടുള്ള അച്ഛന്മാർ ഇടവകയെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വിശുദ്ധ വിയാനി പുണ്യാളൻ്റെ മധ്യസ്ഥവും സഹായവും ഉണ്ടാകാൻ വേണ്ടി, അദ്ദേഹം മാതൃകയായി തീരാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇടവകയെ നയിക്കാൻ വേണ്ടി, സ്വർഗത്തിൻ്റെ സഹായത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒറ്റ പ്രാർത്ഥന ആവശ്യമാണ്. എല്ലാ അച്ഛന്മാരെയും സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഇന്ന് നമുക്കൊപ്പം ഓരോ അച്ഛന്മാർക്കും പരിചയമുള്ള ഓരോരുത്തരുടെയും മുഖമൊന്ന് സമർപ്പിച്ചിട്ട്, അവരുടെ ജീവിതങ്ങളെ സമർപ്പിച്ചിട്ട്, എല്ലാ ഇടവക വൈദികരെയും സമർപ്പിച്ചിട്ട് ഈശോയെ ആശീർവാദം നൽകണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
വികാരി അച്ഛനെ ഒന്ന് സമർപ്പിക്കുക. അച്ഛന് സഹായിയായിട്ടുള്ള കൊച്ചച്ഛനെ ഒന്ന് സമർപ്പിക്കുക. നമുക്ക് ആ പരിചയമുള്ള അച്ഛന്മാരെയൊക്കെ ഒന്ന് സമർപ്പിക്കുക. ഈ രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഒറ്റയ്ക്കാവുന്ന അവരുടെ ജീവിതങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കരുത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വലിയ ആശ്വാസം നൽകി അവരെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.